വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എഗെയിൻ കുറച്ച് മീഷോ ഫൈൻസ് ആണ് കാണിക്കാൻ പോകുന്നത്. പക്ഷേ ഇന്നൊരു നോർമൽ ഹോൾ പോലെ കുറച്ച് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ഹോൾ വീഡിയോ അല്ല. ഇന്ന് ഞാനൊരു കംപ്ലീറ്റ് ഔട്ട്ഫിറ്റ് ആണ് കാണിക്കാൻ പോകുന്നത്. ബോട്ടം, ടോപ്പ്, ഫുഡ്വെയർ, ബാഗ് ആൻഡ് ഹിജാബാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഈ എല്ലാ പ്രൊഡക്റ്റും കൂടെ എനിക്ക് ടോട്ടൽ കോസ്റ്റ് വന്നിട്ടുള്ളത് 1500 താഴെയാണ്. അണ്ടർ 1500 ആണ് കേട്ടോ പ്രൈസ് വന്നിട്ടുള്ളത്. ഇതിൽ ഓരോ പ്രൊഡക്റ്റിൻ്റെയും പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അണ്ടർ 400 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. വെസ്റ്റേൺ ഔട്ട്ഫിറ്റ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബോട്ടം നോക്കാം. ബോട്ടം വന്നിട്ട് ഈ ഒരു പാൻറ്റാണ്. ഇങ്ങനത്തെ ഒരു പാൻറ്റാണ് വരുന്നത്. ഒരു ബേജ് കളറിലുള്ള പാൻറ്റാണ്. ഇതിനിങ്ങനെ ബെൽറ്റ് ഇടാനുള്ള ഹൂപ്സ് ഉണ്ട്, പിന്നെ ബട്ടണും സിബും വരുന്നുണ്ട്. ഇവിടെ 2 പോക്കറ്റും വരുന്നുണ്ട്. ബാക്ക് സൈഡിലൊന്നും പോക്കറ്റ് ഇല്ല കേട്ടോ. ഇങ്ങനത്തെ ഒരു നോർമൽ പാൻറ്റാണ്. അപ്പോൾ ഇതിൻ്റെ സിപ്പർ ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര പോരാ. ഒരു ഓക്കെ ക്വാളിറ്റിയിലുള്ള സിപ്പാണ്. ഇത് മെറ്റീരിയൽ വന്നിട്ടൊരു ലൈക്ര മെറ്റീരിയൽ ആണ്. പക്ഷെ അവർ മെൻഷൻ ചെയ്തിട്ടുള്ളത് കോട്ടൺ എന്നാണ് കേട്ടോ. എനിക്ക് കോട്ടൺ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഇങ്ങനെ ഒരു കുറച്ച് സ്ട്രെച്ചി ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ്. പിന്നെ ഓൾമോസ്റ്റ് സെയിം ആണ് നമ്മുടെ കാറ്റലോഗ് പിക്ചറിൽ നിന്നും. അതിൽ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ടുള്ള ഫിറ്റ് ആണ് കാണിക്കുന്നത്. അതർവൈസ് ബാക്കിയെല്ലാം അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 300 സംതിങ് ആണ് പ്രൈസ്. ആ ഒരു പ്രൈസിന് എന്തായാലും വേർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഈ ഒരു സിബിൻ്റെ ക്വാളിറ്റി മാത്രമേ എനിക്ക് അത്ര ഇഷ്ടപ്പെടാത്തതുള്ളൂ. ഇതിൻ്റെ ഫിറ്റ് വന്നിട്ട് സ്ട്രൈറ്റ് ഫിറ്റ് ആയിട്ടുള്ളതാണ്. കുറച്ച് വൈഡ് ആയിട്ട് ലൈക്ക് കുറച്ച് ലൂസിൽ കിടക്കുന്നതാണ്. ഇത് XS to XXL വരെ സൈസ് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ റിവ്യൂസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്സഡ് ആയിട്ടുള്ള റിവ്യൂ ആണ്. ബാഡ് റിവ്യൂ പറഞ്ഞവരുണ്ട്, ഗുഡ് റിവ്യൂ പറഞ്ഞവരുണ്ട്. സോ എനിക്ക് എന്തായാലും ഒരു ഓക്കെ അല്ല, കുറച്ചുകൂടെ ഒരു നല്ല പ്രൊഡക്റ്റ് തന്നെയാണ്. ഈ ഒരു പ്രൈസ് അല്ലേ ഉള്ളൂ. നല്ല മെറ്റീരിയലും കാര്യമൊക്കെയാണ്. പക്ഷേങ്കിൽ സിബിൻ്റെ ആ ഒരു ക്വാളിറ്റി അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ്. എല്ലാം കൂടെ വെയർ ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ ലാസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യാം കേട്ടോ. ഇനി നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് നമുക്ക് ടോപ്പ് നോക്കാം. ടോപ്പ് വന്നിട്ട് ഈ ഒരു ഷോർട്ട് ലെങ്ത്തിൽ വരുന്ന ഒരു ടോപ്പാണ്. ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ഇങ്ങനത്തെ ഒരു സ്ലീവാണ്. ഒരു ബെൽ സ്ലീവാണ്. ഷോർട്ടായിട്ടുള്ള ലെങ്ത് ആണ് വരുന്നത്. നെക്ക് വന്നിട്ട് റൗണ്ട് ആയിട്ടുള്ള നെക്കാണ്. അതിലിങ്ങനെ എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. നല്ല ഫിനിഷിംഗ് ഉള്ള എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് ആണ്. ഇത് ഞാൻ സൈസ് എടുത്തിട്ടുള്ളത് XL ആണ് കേട്ടോ. XS to 4XL വരെ സൈസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൻ്റെ മോഡൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു മോഡലാണ്. ഇവിടെ കുറച്ച് പ്ലീറ്റ് ഒക്കെ കൊടുത്തിട്ട് നല്ലൊരു ഭംഗിയുള്ള ഒരു ടോപ്പാണ്. ബാക്ക് സൈഡിൽ ഓൾസോ ആ ഒരു എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് കൊടുക്കുന്നുണ്ട് 2 സൈഡിലായിട്ട്. ഇവിടെ ഒരു ബട്ടണും കൊടുക്കുന്നുണ്ട് നെക്കിൻ്റെ അടുത്തിട്ടോ. നല്ല സ്റ്റാൻഡേർഡ് ഉള്ളൊരു ടോപ്പാണ്. ഇത് അവർ മെൻഷൻ ചെയ്ത ക്ലോത്ത് വന്നിട്ട് കോട്ടൺ ആണ്. പക്ഷേ ഇതൊരു കോട്ടൺ മെറ്റീരിയൽ അല്ല, ഒരു പോളിസ്റ്റർ ബ്ലെൻഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ആൻഡ് സീ ത്രൂ ആണ്. കുറച്ചൊക്കെ സീ ത്രൂ ആണ്. അപ്പോൾ എനിക്കിങ്ങനെ ലൂസിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ XL സൈസ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ടോപ്പൊക്കെ എനിക്ക് ലൂസിൽ കിടക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ XL ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കും ഒരു 1-2 സൈസ് വലുതെടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ പ്രൈസ് ജസ്റ്റ് 200 സംതിങ് ഇതിൻ്റെ പ്രൈസ് ഉള്ളൂ കേട്ടോ. 221 ആണ് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് വന്നിട്ടുള്ളത്. ആ ഒരു പ്രൈസിന് എന്തായാലും അടിപൊളി വേർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. നല്ല ഫിനിഷിംഗ് ആണ്. സ്റ്റിച്ചിങ് ഒക്കെ മെറ്റീരിയൽ ഒരു പോളിസ്റ്റർ ബ്ലെൻഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ബാക്കിയെല്ലാം അടിപൊളിയാണ്. എന്തായാലും ആ ഒരു പ്രൈസ് അല്ലേ ഉള്ളൂ. പിന്നെ ഇത് കളർ വന്നിട്ട് ഒരു പീച്ചിലേക്കുള്ള ഒരു കളറാണ്. എക്സാക്റ്റ് ആ ഒരു കാറ്റലോഗ് പിക്ചറിലുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഞാൻ എക്സ്പെക്ട് ചെയ്ത സംഭവം തന്നെയാണ് വന്നിട്ടുള്ളത്. ഞാൻ മെറ്റീരിയലും ഏകദേശം ഇങ്ങനത്തെ സീത്രൂ ആയിട്ടുള്ള മെറ്റീരിയലാണ് എക്സ്പെക്ട് ചെയ്തിട്ടുള്ളത്. ചെയിനും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കളർ പറഞ്ഞിട്ടുള്ളത് ഓറഞ്ച് എന്നും കൊടുത്തിട്ടുണ്ട്, ഒരു സ്ഥലത്ത് പിങ്ക് എന്നും കൊടുത്തിട്ടുണ്ട്. സംഭവം ഓറഞ്ചും പിങ്കും കൂടെ മിക്സ് ആയിട്ട് ഒരു പീച്ച് കളറിലേക്കാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ ഫിറ്റ് വന്നിട്ട് റെഗുലർ ഫിറ്റ് ആണ്. സോ ഞാൻ XL എടുത്തതുകൊണ്ട് തന്നെ ആ ഒരു ലൂസ് എനിക്ക് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്രോഡക്റ്റ്. പ്രൈസിന് വേർത്ത് ആയിട്ടുള്ള അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ. ശരിക്കും ഇതൊക്കെ കൂടെ ഇടുന്ന സമയത്ത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. മാച്ച് ആവോ, ബോട്ടവും ടോപ്പും കൂടെ മാച്ച് ആവോ എന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ ഓക്കെ ആവും തോന്നി, ഒന്ന് വാങ്ങിച്ച് നോക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്. സോ നമുക്ക് എന്തായാലും എല്ലാം കൂടെ സ്റ്റൈൽ ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാവും. ഇനി നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ഹിജാബാണ്. ഈ ഹിജാബ് വന്നിട്ട് ഒരു പീച്ച് കളറിലുള്ളതാണ്. എഗെയിൻ കാറ്റലോഗ് പിക്ചറിലും ഈ ഒരു കളർ തന്നെയായിരുന്നുള്ളത്. പക്ഷെ അവർ ബ്രൗൺ ആണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇതൊരു ബ്രൗൺ അല്ല, ഒരു ഓറഞ്ച് പീച്ച് കളറാണ് ഹിജാബ് വന്നിട്ടുള്ളത്. മെറ്റീരിയൽ ജോർജറ്റ് എന്നാണ് അവർ മെൻഷൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഒരു പോളി ജോർജറ്റ് ടൈപ്പ്
ടോപ്പ് മെറ്റീരിയലാണ്. എനിക്ക് ഇതിൻ്റെ എക്സാക്റ്റ് മെറ്റീരിയൽ പറയാൻ അറിയില്ല ഹിജാബിൻ്റെ. ഇതൊക്കെ കുറച്ചുകൂടി ഒരു സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു മെറ്റീരിയലാണ്. അതുപോലല്ല ഇത്, പക്ഷെ ഇതിന് നല്ല വീതിയും നീളമൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹിജാബാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 190 ആണ്. ഒരു പ്രൈസിന് എനിക്ക് എന്തായാലും നല്ലൊരു ഹിജാബായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിന് കുറച്ച് റിവ്യൂസ് മാത്രമേ ഉള്ളൂ, പക്ഷേ ഉള്ള റിവ്യൂസൊക്കെ നല്ല റിവ്യൂസ് ആയിരുന്നു. നല്ലൊരു ഹിജാബാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഒപ്പം വെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാഗാണ് കാണിക്കുന്നത്. ഇതൊരു ക്രോസ് ബോഡി ബാഗാണ്. നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ബാഗാണ്. അടിപൊളിയാണ്. കാണുമ്പോൾ ആ ഒരു കാറ്റലോഗ് പിക്ചറിലുള്ള അതേ സാധനമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ക്രീം കളറായി ആണ് വന്നിട്ടുള്ളത്. 2 കമ്പാർട്ട്മെൻ്റ് ആണ് വന്നിട്ടുള്ളത്. അങ്ങനെ 2 കമ്പാർട്ട്മെൻറ്റ്. ഇതിങ്ങനെ കുറേ ബേസുകൾ. നമ്മൾ ബാഗ് സൂക്ഷിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ഫില്ല് ചെയ്തിട്ട് സൂക്ഷിച്ചാൽ ഇങ്ങനെ ചപ്പി പോകില്ല കേട്ടോ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള 2 കമ്പാർട്ട്മെൻറ്റ് ഇവിടെ പോകുന്നുണ്ട്. പിന്നെ ചെറിയൊരു പോക്കറ്റ് പോലെ സിബൊന്നും ഇല്ലാതെ ഇവിടെയും പോകുന്നുണ്ട് കേട്ടോ. മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ ഒരു ടൈപ്പ് ലെതറാണ്. നല്ല ക്വാളിറ്റി ഉള്ള ലെതറാണ്. അത്യാവശ്യം കുറച്ചൊരു വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ സ്ട്രാപ്പ് വന്നിട്ട് ഇങ്ങനത്തെ ഒരു ഡിസൈൻ വരുന്ന സ്ട്രാപ്പാണ്. നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് വേണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്തിട്ട് വേറെ സ്ട്രാപ്പ് വേണമെങ്കിലും ആഡ് ചെയ്യാം. 369 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത്. ആ ഒരു പ്രൈസിന് എന്തായാലും വേർത്താണ്. ഇതിന് നല്ല റിവ്യൂസ് ഉണ്ട് കേട്ടോ. ഒരുപാട് റിവ്യൂസ് ഉണ്ട്. നല്ല റിവ്യൂസ് ആണ്. ആൻഡ് ആ ഒരു ഫോട്ടോയിൽ കാണിച്ച സെയിം സംഭവമാണ്. എനിക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടു. സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. ജിബിൻ്റെ ക്വാളിറ്റി ഒക്കെ അടിപൊളിയാണ്. അപ്പം ഇതാണ് നമ്മുടെ ബാഗ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ഇതിലേക്കുള്ള ഫുഡ് വെയർ ആണ് കാണിക്കുന്നത്. ഇത് കുറച്ച് എംബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഫുഡ് വെയർ ആണ്. ഗോൾഡൻ കളറാണ്. ഞാൻ ആക്ച്വലി ബേജ് ആണെന്ന് വിചാരിച്ചിട്ടാണ് ഓർഡർ ചെയ്തത്, പക്ഷെ ഗോൾഡൻ ആണ്. ഈ ഒരു കളർ തന്നെയാണ് ആ ഒരു കാറ്റലോഗിലും കാണിച്ചിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ സ്റ്റോണും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗോൾഡൻ ഒരു ടൈപ്പ് ലെതർ മെറ്റീരിയൽ വന്നിട്ടുള്ളതാണ്. ആൻഡ് ഇവിടെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഉൾവശത്ത് നല്ല സോഫ്റ്റ് ആണ് ഇടാൻ വേണ്ടിയിട്ട്. ഞാൻ വാങ്ങിച്ച സൈസ് വന്നിട്ട് 6 ആണ് കേട്ടോ. IND 6, അതായത് 39 ആണ് സൈസ്. പിന്നെ ഈ ഒരു മെറ്റീരിയൽ സോള് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയലാണ്. നല്ല ഗ്രിപ്പൊക്കെ ഉണ്ട്. എന്തായാലും നല്ലൊരു പ്രൊഡക്റ്റാണ്. പക്ഷേ ഈ ഒരു ഔട്ട്ഫിറ്റിലേക്ക് ഇത് എത്രത്തോളം മാച്ച് ആവും എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ഞാൻ കണ്ടപ്പോൾ വാങ്ങിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഇതിന് 376 രൂപയാണ് കേട്ടോ ഇതിന്. ഇതിൻ്റെ റിവ്യൂസ് നോക്കുമ്പോൾ നല്ല റിവ്യൂസ് ആയിരുന്നുള്ളത്. പിന്നെ ഇത് ഗോൾഡൻ ആയതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ചിലപ്പോൾ പീലാവാൻ ചാൻസ് ഉണ്ട് വാഷ് ചെയ്താലും ഒക്കെ. സോ അതൊന്ന് കെയർ ചെയ്യണം. പിന്നെ ഈ ഒരു ഗോൾഡൻ സംഭവം എത്ര കാലം നിൽക്കുമെന്നറിയില്ല. കളർ ഫെയ്ഡ് ആവുമോ എന്നുള്ളതൊന്നും അറിയില്ല. ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള നല്ല ബെല്ലീസാണ് കേട്ടോ. സോ ഫൈനലി നമ്മൾ ഈ ഒരു ഔട്ട്ഫിറ്റ് വെയർ ചെയ്തു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഔട്ട്ഫിറ്റ്. പക്ഷേങ്കിൽ ഇതിൻ്റെ ഫുഡ് വെയർ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ബെല്ലീസ് മാത്രമായിരുന്നു നോക്കിയത്. ബെല്ലീസിലൊരു ബേജ് കളറിൽ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചു. സോ അങ്ങനെയാണ് ഈ ഒരു സംഭവത്തിലേക്ക് എത്തിപ്പെട്ടത് കേട്ടോ. അപ്പോൾ ഇത് പക്കാ ഗോൾഡൻ ആയതുകൊണ്ട് അത് എടുത്ത് നിൽക്കുന്നുണ്ട് ഗോൾഡൻ ആണെന്നുള്ളത്. പിന്നെ ഇത്ര സ്റ്റോണും കാര്യങ്ങളൊന്നും ഇതിന് വേണ്ട. കംപ്ലീറ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് അല്ലേ. സോ അങ്ങനെ തോന്നി. ബാക്കി ബാഗും ബോട്ടം ടോപ്പ് ഹിജാബൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നിട്ടോ. അപ്പം ക്വാളിറ്റിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ നമ്മളുടെ ഔട്ട്ഫിറ്റിലേക്ക് പോകുന്നില്ല. ബെല്ലീസ് മാച്ച് ആവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ബെല്ലീസ് പക്ഷേ ഒരു ബേജ് ആയിരുന്നെങ്കിൽ ഓക്കെ ആവുമായിരുന്നു. പക്ഷേ ഇതൊരു ഗോൾഡൻ അല്ലേ. എനിക്കെന്തോ ഇതത്ര മാച്ചായിട്ട് തോന്നില്ല. ബാക്കിയെല്ലാം കുഴപ്പമില്ല. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ റേറ്റിങ്സും ഒക്കെ അറിയിക്കാം കേട്ടോ. ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടെ പറയാം കേട്ടോ. അപ്പോൾ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ആൻഡ് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം. പിന്നെ മറ്റൊരു വീഡിയോ വരുന്നത് ഒരിക്കലും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.